യൂട്യൂബർമാരായ പ്രവീണിൻ്റെയും മൃദുലയുടെയും കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങ് നടന്നു. കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണം പ്രവീണും അനിയൻ കൊച്ചു എന്ന പ്രണവും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു. പൂർണ്ണ ഗർഭിണിയായിരുന്ന മൃദുലയെ പ്രവീണിൻ്റെ വീട്ടുകാർ ഉപദ്രവിച്ചു, ഗാർഹിക പീഡനത്തിന് ഇരയാക്കിയെന്നതായിരുന്നു വിവാദങ്ങൾക്ക് കാരണം. പ്രണവും പ്രവീണും പരസ്പരം യൂട്യൂബ് വീഡിയോകൾ വഴി പോരടിച്ചതാണ് വിഷയം എല്ലാവരിലേക്കും എത്തിച്ചത്. അച്ഛനും അമ്മയും തങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നും പോകാനിടമില്ലെന്നും പ്രവീണും മൃദുലയും വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്നാൽ കുടുംബവുമായുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചുവെന്നാണ് പ്രവീൺ പങ്കുവച്ച വീഡിയോയിൽ നിന്ന് മനസ്സിലാകുന്നത്. കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോയാണ് പ്രവീൺ തൻ്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചിരിക്കുന്നത്. പേരിടൽ ചടങ്ങിനായി പ്രവീണിൻ്റെ മാതാപിതാക്കൾ എത്തിയിരുന്നു. ഇതും കടന്നു പോകുമെന്ന പാട്ടോടുകൂടിയാണ് അച്ഛൻ്റെയും അമ്മയുടെയും വീഡിയോ പ്രവീൺ പങ്കിട്ടത്. എന്നാൽ പ്രവീൺ പങ്കുവച്ച വീഡിയോയിൽ പ്രണവിൻ്റെ സാന്നിധ്യമില്ല എന്നതാണ് വീണ്ടും ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അച്ഛനും അമ്മയും മാത്രം ചടങ്ങിൽ പങ്കെടുത്തതെന്നും പ്രണവ് എവിടെയെന്നുമാണ് ആരാധകർ ചോദിക്കുന്നത്. അമ്മയെയും അച്ഛനെയും കണ്ടതിൽ സന്തോഷം. നിങ്ങൾ ഒരുമിച്ച് താമസിച്ചില്ലെങ്കിലും പിണക്കങ്ങൾ മാറി മിണ്ടണം, സന്തോഷത്തോടെ ജീവിക്കണം, അധികം വൈകാതെ തന്നെ എല്ലാവരും ഒന്നിക്കട്ടെ, രക്തബന്ധങ്ങൾ തകരുന്നത് വല്ലാത്ത വേദനയാണ് തുടങ്ങിയ കമൻറ്റുകളാണ് വീഡിയോയ്ക്ക് താഴെ എത്തുന്നത്. പ്രണവ് പറഞ്ഞ പേര് തന്നെ കുഞ്ഞിനിട്ടത് പ്രവീണിനെ അഭിനന്ദിച്ചുകൊണ്ടും ആരാധകർ രംഗത്തെത്തുന്നുണ്ട്. കൊച്ചു പറഞ്ഞിരുന്ന പേര് തന്നെ ഇട്ടല്ലോ, അമ്മയെയും അച്ഛനെയും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. കൊച്ചു പറഞ്ഞിരുന്ന പേര് കുഞ്ഞിനിട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. എല്ലാവരും ഒന്നിച്ച് സന്തോഷത്തോടെ ഇരിക്കാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് ആരാധകർ പറയുന്നത്. ദക്ഷിത് പ്രവീൺ എന്നാണ് കുഞ്ഞിന് പേരിട്ടിരിക്കുന്നത്. അൻപെന്നാണ് കുഞ്ഞിനെ വീട്ടിൽ വിളിക്കുന്ന പേര്. ഈ പേരാണ് പ്രണവ് പറഞ്ഞിരുന്നത്. കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങിൽ അച്ഛനും അമ്മയും പങ്കെടുക്കണമെന്ന് തനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നുവെന്നും അവർ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും പ്രവീൺ പറഞ്ഞു. ഇപ്പോൾ തങ്ങൾ വലിയ സന്തോഷത്തിലാണെന്നും മൃദുലയും പ്രവീണും പറയുന്നു. ഗർഭിണിയായ മൃദുലയെ അച്ഛനും അമ്മയും അനിയനായ പ്രണവും ചേർന്ന് മർദ്ദിച്ചു. ഗാർഹിക പീഡനമാണ് നടന്നത്. മൃദുലയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നാണ് കുടുംബം ആരോപിക്കുന്നതെന്നെല്ലാമാണ് പ്രവീൺ പുറത്തുവിട്ട വീഡിയോയിൽ നേരത്തെ പറഞ്ഞിരുന്നത്. ഇവരുടെ വീഡിയോ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതോടെ ഹ്യൂമൻ റൈറ്റ്സ് വിജിലൻസ് ഫോറവും വിഷയത്തിൽ ഇടപെട്ടിരുന്നു. എന്നാൽ തനിക്കും മൃദുലയ്ക്കും വിഷയത്തിൽ പരാതിയില്ലെന്നാണ് പ്രവീൺ പ്രതികരിച്ചത്. മൃദുലയെ തെറ്റുകാരിയാക്കി ചിത്രീകരിച്ചത് സഹിക്കാൻ പറ്റിയില്ല. അവൾ തന്നെയാണ് സത്യം പുറത്തു പറയണമെന്ന് ആവശ്യപ്പെട്ടത്, അല്ലാതെ പരാതിയില്ല. അവൾക്കെതിരെ ഉണ്ടായ തെറ്റിദ്ധാരണ മാറ്റണം എന്നു മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും പ്രവീൺ പറഞ്ഞിരുന്നു.